ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഇൻ ഓൾ യു കെയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2024 ഏപ്രിൽ മാസം മുതൽ യു കെയിൽ നിലവിൽ വന്നിട്ടുള്ള ഇമിഗ്രേഷൻ റൂൾ ചേഞ്ചസിനെ കുറിച്ചാണ്. ഏതൊക്കെ വിസ കാറ്റഗറിയിലുള്ളവർക്കാണ് പുതിയ റൂൾ ചേഞ്ചസ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെയാണ് പുതിയ സാലറി ത്രെഷോൾഡുകൾ, എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. The first update is regarding supplementary work or part-time work. ഞാൻ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വിസ കാറ്റഗറിയിലുള്ളവർക്ക് ഈ ഇമിഗ്രേഷൻ അപ്ഡേറ്റ് സന്തോഷം നൽകുന്നതാണെന്ന്. ആ 3 വിസ കാറ്റഗറിയാണ് സ്കിൽഡ് വർക്കർ വിസ, സ്കെയിൽ അപ്പ് വിസ ആൻഡ് ഗ്ലോബൽ മൊബിലിറ്റി വിസ. ഈ 3 വിസ കാറ്റഗറിയിലുള്ളവർക്ക് ഇനി തൊട്ട് യു കെയിൽ ലീഗലായിട്ട് 20 മണിക്കൂർ അഡീഷണൽ ഒരു ആഴ്ചയിൽ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അന്നേരം ഒരു റെസ്ട്രിക്ഷൻ എന്തായിരുന്നു വെച്ചാൽ നിങ്ങളുടെ ഒക്യുപ്പേഷൻ കോഡ് എന്താണോ ആ ഒക്യുപ്പേഷൻ കോഡിനകത്ത് വരുന്ന ജോലി മാത്രമേ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വെബ് ഡെവലപ്പർ ആയിട്ടാണെങ്കിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കമ്പനിയിൽ വെബ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാൻ മാത്രമായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി തൊട്ട് അങ്ങനെയല്ല. നമ്മുടെ ഹോം ഓഫീസ് ഇറക്കിയിട്ടുള്ള ലിസ്റ്റിനകത്തുള്ള ഒക്യുപ്പേഷൻ കോഡിനകത്ത് വരുന്ന ഏത് ജോലിയും നിങ്ങൾക്ക് ഇനി തൊട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. അതായത് നിങ്ങളൊരു വെബ് ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാം. ഓൺലി തിങ് ഇസ് ആ ജോബ് നമ്മുടെ ഹോം ഓഫീസിൻ്റെ ഒക്യുപ്പേഷൻ കോഡിനകത്ത് വരുന്നതായിരിക്കണം. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ദ ടൈം സപ്ലിമെൻ്ററി വർക്കാണ്. അതായത് നിങ്ങൾ ചെയ്യുന്നത് സപ്ലിമെൻ്ററി ഓർ പാർട്ട് ടൈം വർക്കാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ചെയ്യുന്ന പാർട്ട് ടൈം വർക്ക് ഒരിക്കലും നിങ്ങൾക്ക് COS തന്നിരിക്കുന്ന ആ ജോബിൻ്റെ കോൺട്രാക്റ്റഡ് അവേഴ്സിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് 9 to 5 ആണ് നിങ്ങളുടെ COSനകത്ത് തന്നിട്ടുള്ള കോൺട്രാക്റ്റഡ് അവേഴ്സ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സമയം, അതായത് 9 to 5 എന്നുള്ള സമയം പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യരുത്. ഒന്നുകിൽ 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ വീക്കെൻഡ്സ് ആയിരിക്കണം നിങ്ങൾ പാർട്ട് ടൈമിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഒരു കോൺട്രാക്റ്റഡ് അവേഴ്സ് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ILRന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് അത് റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബിവെയർ ഓഫ് ദാറ്റ്. പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളുടെ ഒക്യുപ്പേഷൻ കോഡ് അറിയാനായിട്ട് നമ്മുടെ ഹോം ഓഫീസ് ഇറക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇമിഗ്രേഷൻ റൂൾ എന്ന് പറയുന്ന PDF നോക്കണം. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ PDFും ഏതൊക്കെ പേജസ് ആണ് നിങ്ങൾ നോക്കേണ്ടതും എന്നുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. സോ പ്ലീസ് ചെക്ക് ഔട്ട്. എന്തൊക്കെ ജോലികളാണ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതൊക്കെ ജോലികളാണ് സ്കിൽഡ് വർക്കർ വിസ അല്ലെങ്കിൽ ഈ 3 കാറ്റഗറി വിസയിൽ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്തത് നോക്കാം. ഞാൻ ആ ലിസ്റ്റ് ഇവിടെ ചേർക്കുന്നില്ല, പകരം ഞാൻ ആ ലിസ്റ്റ് ഉൾക്കൊള്ളുന്ന പേജും ടേബിൾ നമ്പറുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ടേബിൾ 6 എന്ന് പറയുന്നത് ബേസിക്കലി ഈസ് എ ലിസ്റ്റ് ഓഫ് അൺസ്കിൽഡ് ജോബ്സ്. സോ ഈ ജോബുകൾ കൂടുതലായിട്ടും സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസയിലോ ഉള്ളവർ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ജോലികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 വിസ കാറ്റഗറി സ്കിൽഡ്, മൊബിലിറ്റി ആൻഡ് സ്കിൽ അപ്പ് വിസയിലുള്ളവർക്ക് ഈ ജോബ് ചെയ്യാൻ പാടില്ല എന്നൊരു റൂള് ഹോം ഓഫീസ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇറ്റ് ഈസ് റിഗാർഡിംഗ് സ്കിൽഡ് വർക്കർ വിസ. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജനറൽ സാലറി ത്രെഷോൾഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇറ്റ് ഈസ് ഇൻക്രീസ് ടു 38,700 ഫ്രം 26,400. സോ ഈ 38,700 എല്ലാ ജോലികൾക്കും ആപ്ലിക്കബിൾ അല്ല. നമ്മുടെ പുതിയ ലിസ്റ്റായിട്ടുള്ള ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ജോലികൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. ഈ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് ഡു വാച്ച് ദാറ്റ് വീഡിയോ. സോ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂ എൻട്രൻസ് വിൽ ഗെറ്റ് എ 30% ഡിസ്കൗണ്ട്. ദാറ്റ് മീൻസ് ന്യൂ എൻട്രൻറ്റ് റൂൾ ഈസ് സ്റ്റിൽ ആപ്ലിക്കബിൾ. ദാറ്റ് മീൻസ് ഇഫ് യു ആർ ഓൺ ഗ്രാജുവേറ്റ് വിസ ഓർ സ്റ്റുഡൻറ്റ് വിസ യു വിൽ ഗെറ്റ് എ 30% ഡിസ്കൗണ്ട് ഓൺ ദിസ് സാലറി ത്രെഷോൾഡ്. നെക്സ്റ്റ് അപ്ഡേറ്റ് ഈസ് റിഗാർഡിംഗ് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ. ഇവിടെയും ഗവൺമെൻറ് സാലറി ത്രെഷോൾഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്രം 26,200 ടു 29,000 പൗണ്ട്സ് ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദിസ് ഇൻക്രീസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ കെയറർ ആൻഡ് സീനിയർ കെയറർ വിസ. So let's quickly move to other category, that is global mobility visa and scale up visa. ഈ രണ്ട് കാറ്റഗറിക്കും ത്രെഷോൾഡിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫ്രം 45,800 to 48,500 ആൻഡ് ഫോർ സ്കെയിൽ അപ്പ് ഇറ്റ് ഈസ് ഫ്രം 34,600 to 36,300. ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ കാറ്റഗറി, ദാറ്റ് ഈസ് ഫാമിലി ഓർ സ്പൗസ് വിസ അപ്ഡേറ്റ്സ്. ഇവിടെയും ഇൻക്രീസ് വന്നിട്ടുണ്ട്. 29,000 പൗണ്ടാണ് ഏപ്രിൽ 11, 2024 തൊട്ട് നിങ്ങളുടെ സ്പൗസ് ഓർ ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി ഈ കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടത്. അത് തന്നെ ലേറ്റർ ഇന്ന് 2024 34,500 ആയിട്ട് മാറുകയും ഈ 2025 ആദ്യം ഏർലി ഇൻ 2025 38,700 ആയിട്ട് മാറുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ഫോർ ഫാമിലി ആൻഡ് സ്പൗസ് വിസയാണ്. ഇത് എപ്പോഴും ആളുകൾക്ക് ഡിപ്പെൻഡൻറ്റ് വിസയുമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഡിപ്പെൻഡൻറ്റ് വിസ ഇസ് എ ഡിഫറെൻറ്റ് കാറ്റഗറി ആൻഡ് ഫാമിലി ഓർ സ്പൗസ് വിസ ഇസ് എ ഡിഫറെൻറ്റ് കാറ്റഗറി. ദാറ്റ് മീൻസ് നിങ്ങൾ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂൾ നിങ്ങൾക്ക് ബാധകമായിരിക്കത്തില്ല. ശ്രദ്ധിക്കുക, ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ
ഈ റൂള് നിങ്ങൾക്ക് ബാധകമായിരിക്കത്തില്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫൈനൽ സ്ലൈഡ് ഓഫ് ദിസ് വീഡിയോ. ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഇനിയില്ല. ഈ ഏപ്രിൽ 4 തൊട്ട് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് അവർ റിമൂവ് ചെയ്തിരിക്കുകയാണ്. പകരം ന്യൂ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് എന്ന് പറയുന്ന 23 ജോലികൾ മാത്രമുള്ള ഒരു ലിസ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്താണ്, ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ, അതായത് SOC. SOC ഈസ് ചേഞ്ച്ഡ് ഫ്രം SOC 2010 ടു SOC 2020. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരുന്ന COSനകത്ത് SOC 2020 എന്നുള്ള ഒക്യുപ്പേഷൻ കോഡ്സാണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ എപ്പോഴും എൻഷുർ ചെയ്യണം. അബദ്ധത്തിലെങ്ങാനും SOC 2010 ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നിങ്ങളുടെ ഇമിഗ്രേഷൻ പ്രോസസ്സ് നീളാനായിട്ടും അതിൻ്റെ പുറകെ നമ്മൾ വീണ്ടും പോകേണ്ടതായിട്ടൊക്കെ വരും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യണമെന്ന് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.